So hey folks, ഞാനിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്ധ്രയിലാണുള്ള ആന്ധ്രാപ്രദേശില്. മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെറ്റ് റൈഡ് അടിക്കാറുണ്ടായിരുന്നു. ലൈക്ക് 400-300 കിലോമീറ്റേഴ്സ് ഒക്കെ ജെറ്റ് അടിച്ച് പോകാറുണ്ടായിരുന്നു, ലൈക്ക് റോക്കറ്റ് പോലെ ഹൈവേ കൂടെ. ഇപ്പൊ ഇത് ജെറ്റ് റൈഡ് കാര്യങ്ങളൊന്നുമല്ല, ലൈക്ക് ശാന്തമായ ഒരു റൈഡാണ്. പതിയെ പതിയെ ഒരു 40 കിലോമീറ്റർ, 50 കിലോമീറ്ററിൽ, 30 കിലോമീറ്ററിലൊക്കെ ബ്രേക്ക് കാഴ്ചകൾ കണ്ട്. ഇപ്പോൾ വികസനം അല്ലെങ്കിൽ വലിയ വലിയ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ. അതല്ലാണ്ട് ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് പീസസ് ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ പഴയകാല ഓർമ്മകൾക്കൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ കാണിച്ചു തരാൻ, നിങ്ങൾ കണ്ടു നോക്കുക. ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇതിപ്പോൾ കറന്റ് എവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംവർ മിഡ് ഓഫ് ആന്ധ്രാപ്രദേശ്. ആൻഡ് ഇന്ന് ഡേ 3 ഓഫ് ദ റൈഡാണ്. സ്റ്റാർട്ടിങ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 34 കിലോമീറ്റേഴ്സ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇന്നലെ സ്റ്റേ ചെയ്തത് ഒരു പെട്രോൾ ബങ്കിൽ ടെൻ്റൊക്കെ പിച്ച് ചെയ്തിട്ടാണ്. അവിടെ നിന്ന് ഇപ്പോൾ 34 കിലോമീറ്റേഴ്സ് കവർ ചെയ്യണേക്കെ ലൈക്ക് ഒരു ഇന്ന് ഏർലിയാണ് സ്റ്റാർട്ട് ചെയ്തത്. എല്ലാ സമയത്തിനൊക്കെ കുറേ ഏർലി, കുറേ നേരത്തെ വൈഡപ്പ് ചെയ്തു റൈഡ്, കുറേ നേരത്തെ ലൈക്ക് ഉറങ്ങി, കുറേ നേരത്തെ ലൈക്ക് എണീറ്റു. എല്ലാം ടൈമിങ്ങിൽ കുറേ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇനി ലൈക്ക് ഒരു ചെറിയൊരു ഉറക്കത്തിൻ്റെ ഒരു മൂഡ് വന്ന് കയറി. ആ ഒരു വൈബില് നട്ടപ്ര വെയിലാണ്, 35 ഡിഗ്രി+ ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ പുഷിങ് ദ ലിമിറ്റ്സ് വേണ്ട, കുറച്ച് നേരം ചിൽ ഔട്ട് ചെയ്തിട്ട് ഒരു ചായ കുടിച്ച് ആൻഡ് ഇങ്ങനെ ഇരിക്കുകയാണ്. ലൈക്ക് ആന്ധ്രാപ്രദേശ് എനിക്ക് തോന്നുന്നു ഏകദേശം അങ്കോൾ, നെല്ലൂരൊക്കെ പാസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഗുഡ്ഡൂർ ഇറ്റ്സ് ലൈക്ക് നിയർ ബൈ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ലൈക്ക് ഇവിടെ കാണാനായിട്ട് അധികം കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ടും എനിക്കറിയില്ല. പോണ വഴിക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ലെറ്റ്സ്. ആൻഡ് ഇപ്പോൾ ലൈക്ക് ബൈക്ക് റിസർവ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 7 ലിറ്റർ ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയില്ല. ബൈക്ക് ഇനിയോ ലൈക്ക് ഇന്ന് ഒരു ഫുഡൊക്കെ ലഞ്ച് കഴിഞ്ഞിട്ട് ബൈക്കിൻ്റെ എല്ലാ ബോൾസും റീചെക്ക് ചെയ്യാനുണ്ട്. ലൈക്ക് എല്ലാ ബോൾസും റീചെക്ക് ചെയ്യണം, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. ആൻഡ് പോണ വഴിക്ക് മഡ് ഗാർഡ് കാര്യങ്ങൾ സെറ്റ് ചെയ്യണം, ഹാൻഡ് ഗാർഡ് സെറ്റ് ചെയ്യണം, അങ്ങനെ കുറച്ച് പരിപാടീസ് ബൈക്കിലുണ്ട്. പെൻഡിങ് ആണ് ഇപ്പോഴും കറൻ്റ്ലി. ആൻഡ് ഈ വീഡിയോസ് കാര്യങ്ങളെല്ലാം എന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് സീ, ഹോപ്പ്ഫുള്ളി യു ക്യാൻ സീ സൂൺ. അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആൻഡ് ഇന്ന് എന്ന് പറഞ്ഞാൽ മെയ് 2024 മെയ് 10th ആണ്. ലൈക്ക് ഐ തിങ്ക് 2 days മുന്നാണ് ഞാൻ റൈഡ് സ്റ്റാർട്ട് ചെയ്തത്, ലൈക്ക് ഫ്രം പോണ്ടിച്ചേരി ആറോവിൽ നിന്ന്. ഇപ്പോൾ ആന്ധ്ര വരെ എത്തി. ഇനി എത്ര ദൂരം പോകുമെന്ന് എനിക്കറിയില്ല. ട്രൈ ചെയ്ത് നോക്കേണ്ടി വരും എത്ര ദൂരം പോകാൻ പറ്റും എന്നുള്ളതൊന്നും. ലൈക്ക് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനോ കാര്യങ്ങളൊന്നും ഇല്ല. ലൈക്ക് എത്ര ദൂരം പോകാൻ പറ്റുമോ അത്ര ദൂരം മാക്സിമം കവർ ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. ആൻഡ് ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. കുറച്ച് റെസ്റ്റ് എടുക്കണം, കുറേ പോകാനുള്ളതാണ് മുമ്പോട്ട്. ആൻഡ് പോണ വഴിക്ക് ബൈക്കിൻ്റെ ഏതെങ്കിലും ഒരു ഷോപ്പ് കാര്യങ്ങൾ കാണാനുണ്ടെങ്കിൽ അവിടെ പോയിട്ട് എല്ലാ ബോൾസും ഒന്ന് ലൈക്ക് ക്രോസ് ചെക്ക് ചെയ്യണം. എവരി 500 കിലോമീറ്റേഴ്സിൽ ചെക്ക് ചെയ്യണത് പരിപാടി ലൈക്ക് ഒരു നല്ലൊരു കാര്യമാണ്, അടിപൊളി ഒരു പരിപാടിയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 500+ കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബോൾട്ട് ഞാൻ ഓൾമോസ്റ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഇന്നലെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഒരു തവണ കൂടിയും ചെക്ക് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുഡ് റെസ്റ്റ്, ലെഫ്റ്റ് സൈഡിലെ ഫുഡ് റെസ്റ്റ് കുറച്ച് ലൂസാണ്. അത് ചെക്ക് ചെയ്യണം. ആൻഡ് എയർ പ്രഷർ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണം. ഓയിൽ ലൈക്ക് ചെയിൻ്റെ ലൂബ്രിക്കേഷൻ പ്രോപ്പർ അല്ല, അതെല്ലാം ചെക്ക് ചെയ്യണം. ആൻഡ് ചായ കുടിച്ച് ലൈക്ക് അറൗണ്ട് ഒരു ഹാഫ് ആൻ അവറൊക്കെ ഇവിടെ ചില്ല് ചെയ്തിട്ട് ഇവിടെ നിന്ന് നേരെ ലൈക്ക് ഗുണ്ടൂർ, വിജയവാഡ സൈഡിലേക്ക് ആയിരിക്കും പോകുന്നത്. ആൻഡ് പോണ വഴിക്കുള്ള കാഴ്ചകളെല്ലാം കാണിക്കാനായിട്ട് ഗോപ്രോ മറ്റു കാര്യങ്ങളൊന്നും ഡിവൈസൊന്നും എൻ്റെ ഇല്ല. ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ ഫോണിലാണ്. ആൻഡ് ബാക്കി വീഡിയോസ് എല്ലാം ഈ ഫോണിൽ നിന്നായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. എൻ്റെ ട്രിപ്പിൻ്റെ സീരീസ് എല്ലാം ലെറ്റ്സ് സീ, ഹോപ്പ്ഫുള്ളി ഒരു ഗോപ്രോ ഒക്കെ സെറ്റ് ചെയ്യാൻ നോക്കാം, അറിയില്ല. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ലൈക്ക് ഡേ 3 മോർണിംഗിലെ പരിപാടി കാര്യങ്ങളെല്ലാം. ഇനിയിപ്പോൾ ഈവനിങ് എത്രത്തോളം കിലോമീറ്റർ പോകാൻ പറ്റുമെന്ന് അറിയില്ല. മാക്സിമം ഒരു 330, പുഷിങ് ദ ലിമിറ്റ്സ് ടു 330 and 4. അതിനപ്പുറത്തേക്ക് പുഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് പലതവണ പുഷ് ചെയ്തിട്ടുണ്ട്, അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹെൽത്ത് കാര്യങ്ങളെല്ലാം കൺസിഡറേഷനിൽ 3 to 4 വരെ ആയിരിക്കും റൈഡ് ചെയ്യുക. ആൻഡ് എല്ലാവരുടെയും മാക്സിമം ലൈക്ക് എയർലി വൈഡിങ് അപ്പ് ആയിരിക്കും, ലൈക്ക് വൈഡ് അപ്പ് ആയിരിക്കും കാര്യങ്ങളെല്ലാം. ദാറ്റ്സ് ഇറ്റ്.